Hey guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ഏട്ടൻ തന്നൊരു ഗിഫ്റ്റാണ്. ഏട്ടൻ ഇവിടെ ഇല്ല, അപ്പോൾ UK സോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നൊരു ഗിഫ്റ്റാണ്. സത്യം പറഞ്ഞ ഈ ഗിഫ്റ്റ് ഞാൻ ആദ്യം അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അറിയാതെ അൺബോക്സ് ചെയ്തു പോയത് അത് എത്തിയ സമയത്ത്. അപ്പോൾ എന്നിട്ട് അമ്മ പറഞ്ഞു എന്തിനാണ് അൺബോക്സ് ചെയ്ത് കൊണ്ട് കുറേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കവർ ചെയ്തിട്ട് എൻ്റെ കസിൻസൊക്കെ വന്ന സമയത്ത് ഞാൻ അൺബോക്സ് ചെയ്തു. ഒക്കെ എൻ്റെ ചുറ്റിലും കസിൻസ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ അവരോടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു അടിപൊളി ലാമ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും പേര് അതിലുണ്ടായിരുന്നു. ഒരു കുട്ടിയും ഒരു ഏട്ടനും ഒരു പിക്ചർ അതിലുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് സോ സ്പെഷ്യൽ ഫോർ മീ. ഇതിങ്ങനെ ഒരു വയറുണ്ട്, അത് കണക്ട് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുക ചെയ്യുക. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ടായിരുന്നു അത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സെഡായിട്ടുണ്ടായിരുന്നു അൺബോക്സ് ചെയ്ത സമയത്ത്. ആൻഡ് ഏട്ടൻ എൻ്റെ 2 ബർത്ത്ഡേക്ക് വന്നിട്ടില്ലായിരുന്നു, കഴിഞ്ഞ ബർത്ത്ഡേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് വന്നിട്ടില്ല, അടുത്ത ബർത്ത്ഡേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ അച്ഛനെ ഗിഫ്റ്റ് വന്നിട്ട് 2 ടൈപ്പ് കേക്ക്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം 2 കേക്കാണ് ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫുഡ് അങ്ങനത്തെ അച്ഛനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഗിഫ്റ്റ്. അടുത്ത ഗിഫ്റ്റ് വന്നിട്ട് എൻ്റെ ഒരു കസിൻ ബ്രദർ തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ. മൈ ഫേവറേറ്റ് ബ്രദറാണ്. സോ നമുക്ക് എന്താ നോക്കാം. കുറച്ച് തണുപ്പുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ പിടിക്കുമ്പോൾ ഫുൾ ഞാൻ കസിൻസിനോട് സംസാരിക്കും, ഒരെണ്ണെങ്കിലും റോളാണ് സൈഡിൽ കൂടെ, അതാണ്. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഫുൾ ബഹളമൊക്കെയാണ്, അതാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. യോഡ്ലിൻ്റെ 2 പെർഫ്യൂമും ഒരു മിസ്റ്റും ആയിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പെർഫ്യൂം ഇല്ലായിരുന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി വിത്ത് ദിസ് 3 തിങ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല സ്മെല്ലായിരുന്നു കേട്ടോ 3 എണ്ണത്തിനും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അത് സ്പ്രേ ചെയ്ത് എങ്ങനെ സ്മെല്ലൊക്കെ നോക്കി, എങ്ങനെ തന്നെയാണല്ലോ പെർഫ്യൂം കിട്ടിയാൽ നമ്മളെ മെയിൻ പരിപാടി എങ്ങനെയാണ് സ്മെല്ലൊക്കെ നോക്കാനാണ്. അടുത്തത് അമ്മ തന്നൊരു ഗിഫ്റ്റാണ്. ഈ ഒരു ക്യൂട്ട് ഹാൻഡ് ബാഗാണ് അമ്മ തന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ചെറിയ കഥ ഉണ്ട്. എന്താ വെച്ചാൽ എനിക്ക് ഈ ബാഗ് അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ബാഗ് 1 വർഷം മുന്നേ ഞാൻ അമ്മേനോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മ അന്നൊന്നും വാങ്ങിച്ചു തന്നില്ല, ഇന്നാണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. ഐ എം സോ ഹാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ബാഗ്. ഞാൻ അത്രയും വിചാരിച്ചൊരു ബാഗ് കിട്ടി വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് തന്ന ഗിഫ്റ്റാണ്. സോ ഷീസ് മൈ ക്ലോസ് ഫ്രണ്ട്, എൻ്റെ വീട്ടിലടുത്താണ്. ആൻഡ് ഇങ്ങനെയാണ്. അപ്പോൾ സോ അൺബോക്സ് ഇറ്റ്. അവൾ ഇന്നാണ് തന്നത്, എൻ്റെ ബർത്ത്ഡേൻ്റെ റിയൽ ബർത്ത്ഡേൻ്റെ അമ്മ അത് തന്നത്. അവൾ പറഞ്ഞിട്ട് എൻ്റെ ഷേക്ക് ചെയ്യേണ്ടാണ്, ഓവർ പൊട്ടുന്നത് എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ക്യാപ്ലാവാം. നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. സ്ക്രഞ്ചിയുണ്ട്, ഒരു നല്ല ഭംഗിയുള്ളൊരു പെൻസിൽ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ക്യൂട്ടായിട്ട് ബട്ടർഫ്ലൈ ഷേപ്പ്. പിന്നെ അടുത്ത സാധനമാണ് എനിക്ക് കാണിച്ചത് എൻ്റെ ഫ്രണ്ട് ഗായത്രി തന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് വന്നിട്ട് എൻ്റെ കസിൻ സിസ്റ്റർ തന്നൊരു ഗിഫ്റ്റാണ്. ഇതൊരു ബ്രേസ്ലെറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബാങ്കിൾ എന്ന് പറയാം. കുറച്ച് അടിപൊളിയായിട്ടില്ല, ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനത്തെ കണ്ടിട്ടില്ല. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബാങ്കിളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്, കാരണം ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസാണ്. പേളൊക്കെ വെച്ചിട്ടൊരു റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. പിന്നെ ഞാൻ വീഡിയോന് ശേഷം ചെറുതായിട്ട് എൻ്റെ ഒരു ഫോട്ടോസൊക്കെ ഞാൻ എടുക്കും. സോ അപ്പം 2 ടൈപ്സ് കേക്ക് ഉണ്ടായിരുന്നു. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ആയിരുന്നു സൺഡേ. സോ ഞങ്ങളെല്ലാം ഫാമിലീസ് കുറിച്ചാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അന്നാണ് മെയിനായിട്ട് വലിയ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എൻ്റെ ഒറിജിനൽ ബർത്ത്ഡേൻ്റെ അന്നാണ് ഡ്രീം കേക്ക് ഞാൻ കഴിച്ചത്. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഡ്രീം കേക്ക് കഴിക്കുന്നത്. സോ അന്നായിരുന്നു എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊക്കോ പൗഡർ ജസ്റ്റ് ഒന്ന് മെൽറ്റായപ്പോൾ ചെറിയൊരു കയ്പ്പ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നോക്കാൻ അടിപൊളി കേക്കാണ് കേട്ടോ. ഒരു നോർമൽ കേക്ക് കഴിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു നോർമൽ ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന പോലെ തന്നെ ആയിരുന്നു. ആൻഡ് മോർ റിവ്യൂസ് ഞാൻ എന്തായാലും വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.